കശുവണ്ടി കേസിലും മൈക്രോ ഫിനാൻസ് കേസിലും ഹൈക്കോടതി നിലപാട് സർക്കാരിന് സമ്മർദ്ദമാകും. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപൂനന്ദിലെ ജിമാർട്ടിനൊപ്പം. പിണറായിയുടെ കാലത്ത് രക്ഷപ്പെട്ട് നടന്ന വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ഉന്നതന്മാരുടെ കേസുകൾ പൊക്കുന്നു. വെള്ളാപ്പള്ളിക്ക് രക്ഷപ്പെടാനാകില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിജിലൻസിന് സ്വാതന്ത്ര്യം നൽകാതിരുന്നതുകൊണ്ട് മാത്രമാണ് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നിരവധി ഉന്നതന്മാർ വിവിധ കേസുകളിൽ നിന്നും രക്ഷപ്പെട്ട് നടന്നിരുന്നത്. എന്നാൽ ഇനി അത് നടപ്പില്ല. പിണറായി വിജയന്റെ കാറിൽ കയറി സന്നിധാനത്ത് വിലസിയതുപോലെ ഒന്ന് വിലസാൻ സതീശനെയും ചെന്നിത്തലയും കയ്യിലെടുക്കാൻ വെള്ളാപ്പള്ളി ഒന്ന് പയറ്റി നോക്കിയതാണ്. പക്ഷേ സംഗതി ഏറ്റില്ല എന്ന് മാത്രമല്ല, കുരുക്ക് മുറുകുകയും ചെയ്തു. കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ CBIക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത സർക്കാർ നടപടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കോടതിയലക്ഷ്യ കേസിൽ ഹാജരാകാതിരുന്ന വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശം പാലിച്ചു നീങ്ങിയ ഉദ്യോഗസ്ഥർ ഒടുവിൽ കുടുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീളുന്നതോടെ ഇത്തരം നിയമവിരുദ്ധ നിർദ്ദേശങ്ങൾ അനുസരിക്കില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ സത്യസന്ധരായ IAS IPS ഉദ്യോഗസ്ഥർ മാറുകയാണ്. അതേസമയം കശുവണ്ടി കേസിലെ ഹൈക്കോടതി ഇഫക്ട് തന്നെയാണ് വെള്ളാപ്പള്ളിക്കെതിരായ കേസിലും സംഭവിച്ചിരിക്കുന്നത് എന്ന നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് എതിരായ ആദ്യ കുറ്റപത്രം പുറത്തുവന്നിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമാണ് കുറ്റപത്രത്തിന് അംഗീകാരം നൽകിയത്. ഇക്കാര്യം ഹൈക്കോടതിയെയും വിജിലൻസ് അറിയിച്ചിട്ടുണ്ട്. 2014 SNDP യോഗം വയനാട് യൂണിയന് 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം. മറ്റ് കേസുകളിലും ഉടൻ തന്നെ തുടർ നടപടി ഉണ്ടാകുമെന്ന് അറിയുന്നു. ഈ കേസിൽ 6 പ്രതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യൂണിയൻ ഭാരവാഹികൾ, ഉദ്യോഗസ്ഥരടക്കമുള്ളവരാണ് പ്രതികൾ. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ അന്വേഷണം. 2016 VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് നടേശനെതിരെ ആദ്യ അന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പ എടുത്തതിലാണ് VS അഴിമതി ആരോപിച്ചിരുന്നത്. 124 ഇടപാടുകളാണ് ഇതോടെ വിജിലൻസ് അന്വേഷിക്കുക. അതിൽ ഓരോന്നിലും പ്രത്യേകം കുറ്റപത്രം തയ്യാറാക്കും. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായ ഈ സാഹചര്യത്തിൽ UDF സർക്കാരിനും എതിർത്തൊന്നും പറയാൻ സാധിക്കുകയില്ല. സംസ്ഥാനത്ത് പിന്നാക്ക വികസന കോർപ്പറേഷൻ ചുരുങ്ങിയ പലിശയ്ക്ക് വായ്പ കൊടുത്തപ്പോൾ അതിൽ 3 മുതൽ 4% വരെ പലിശ ഈടാക്കിയാണ് പ്രതികൾ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്. ഓരോ യൂണിയനും ഈ പലിശ നിരക്കിൽ പണം വായ്പയ്ക്ക് എടുത്ത ശേഷം 10 മുതൽ 12% വരെ പലിശയ്ക്ക് ഓരോ യൂണിയനും വായ്പ നൽകി എന്നാണ് പുറത്തു വന്നിരുന്ന വിവരം. ഇതിൽ നിന്നും രക്ഷപ്പെടാനാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഇടതുപക്ഷ ഭരണകാലത്ത് പിണറായി സ്തുതിയുമായി രംഗത്ത് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ സതീശനെ പുകഴ്ത്തുന്നു, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ഇതെല്ലാം സർക്കാർ നടപടിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് വിലയിരുത്തൽ. എന്തായാലും കോടതി നിലപാട് കടുപ്പിച്ച സ്ഥിതിക്ക് വെള്ളാപ്പള്ളിക്ക് വഴങ്ങേണ്ട സാഹചര്യം സർക്കാരിന് ഇല്ല. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ മറുകണ്ഠം ചാടൽ കൊണ്ടതും ഇനി നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.